മോൺസന്റെ മോൺസ്റ്റർ തട്ടിപ്പ്. പുരാവസ്തു തട്ടിപ്പിൽ ക്രൈംബ്രാഞ്ച് പരാതിക്കാരുടെ മൊഴിയെടുക്കുന്നു. ഷമീർ, യാക്കൂബ്, അനൂപ് എന്നിവരാണ് തൃപ്പൂണിത്തുറ ക്രൈംബ്രാഞ്ച് ഓഫീസിൽ എത്തി മൊഴി നൽകുന്നത്. ഇടപാടുമായി ബന്ധപ്പെട്ട രേഖകളും ഇവർ ക്രൈംബ്രാഞ്ചിന് കൈമാറും. അതേസമയം മോൺസൺ മാവുങ്കലിന്റെ കലൂരിലെ വീട്ടിൽ വനംവകുപ്പ് ഉദ്യോഗസ്ഥർ പരിശോധന തുടരുകയാണ്. സിജോ വി ജോൺ വിവരങ്ങൾ നൽകും. സിജോ, ക്രൈംബ്രാഞ്ച് സംഘം ഈ പരാതിക്കാരുടെ മൊഴിയെടുക്കുന്നു എന്ന് മനസ്സിലാകുന്നു. എന്താണ് ഇപ്പോൾ അന്വേഷണത്തിന്റെ വഴികൾ, രീതികൾ? ഈ പുരാവസ്തു തട്ടിപ്പുമായി ബന്ധപ്പെട്ട് 10 കോടി രൂപ ഇവരിൽ നിന്ന് മോൺസൺ കൈപ്പറ്റിയെന്നായിരുന്നു പരാതിയിൽ ചൂണ്ടിക്കാണിച്ചിരുന്നത്. എന്നാൽ ഇയാളുടെ അക്കൗണ്ട് വിവരങ്ങൾ പരിശോധിക്കുമ്പോൾ 75 ലക്ഷം രൂപ മാത്രമേ ഉള്ളൂ. എന്നാൽ 4 കോടി രൂപയുടെ ഇടപാടുകൾ നടന്നതായും പറഞ്ഞിരുന്നു. ബാക്കി 6 കോടി രൂപയുടെ ഇടപാടുകൾ സംബന്ധിച്ച് കൃത്യമായ രേഖകളില്ല എന്നാണ് മോൺസൺ പറയുന്നത്. ഈ തുക താൻ വാങ്ങിയതല്ല, വലിയ തുക ഇവർ ബോധപൂർവം പറയുവാണ് എന്നൊരു കാര്യമാണ് പറഞ്ഞിരുന്നത്. എന്നാൽ ഇതിൻ്റെ ഒരു പശ്ചാത്തലത്തിൽ കൂടിയാണ് ഈ പരാതി നൽകിയ ആളുകളെ മൊഴി രേഖപ്പെടുത്തുന്നതിന് വേണ്ടി ഇപ്പോൾ ക്രൈംബ്രാഞ്ച് സംഘം വിളിച്ചു വരുത്തിയിരിക്കുന്നത്. ഈ ഇടപാടുമായി ബന്ധപ്പെട്ട വിവരങ്ങൾ, ഇതിലെ പണം നൽകിയതിൻ്റെ രേഖകൾ, അതോടൊപ്പം തന്നെ മറ്റു പലരുമായി മോൺസൺ ഇവരെ ബന്ധപ്പെടുത്തി കൊടുത്തതിൻ്റെ വിവരങ്ങൾ, HSBC ബാങ്കിൽ ഇയാൾക്ക് 2 ലക്ഷം കോടി രൂപയിലധികം നിക്ഷേപം ഉണ്ട്, അല്ലെങ്കിൽ അത്തരത്തിൽ പണം ലഭിക്കാനുമുണ്ട് എന്ന് പറഞ്ഞുകൊണ്ട് ഇമെയിൽ സന്ദേശം അയച്ചിരുന്നു. അത് സംബന്ധിച്ച വിവരങ്ങൾ ഇതെല്ലാമാണ് ഇപ്പോൾ കൈമാറിക്കൊണ്ടിരിക്കുന്നത്. ഈ വിശദമായി പരിശോധിച്ച ശേഷം ഇയാളിൽ നിന്ന്, മോൺസണിൽ നിന്ന് കൂടുതൽ വിവരങ്ങൾ നേടാൻ വേണ്ടിയാണ് ഇപ്പോൾ ക്രൈംബ്രാഞ്ച് സംഘം തയ്യാറെടുത്തുകൊണ്ടിരിക്കുന്നത്. മോൺസന്റെ ചോദ്യം ചെയ്യൽ അതേസമയം തുടരുകയും ചെയ്യുകയാണ്. രാവിലെ 10:30ക്കാണ് ചോദ്യം ചെയ്യൽ ആരംഭിച്ചത്. മോൺസണിൽ നിന്ന് ഇയാൾ നടത്തിയ പണമിടപാടുകൾ സംബന്ധിച്ചും അതോടൊപ്പം തന്നെ വ്യാജരേഖ എങ്ങനെ നിർമ്മിച്ചതെന്ന് സംബന്ധിച്ചുമാണ് വിവരങ്ങൾ തേടുന്നത്. ഇതും വ്യാജരേഖ നിർമ്മിച്ചതുമായി ബന്ധപ്പെട്ട് തന്നെയാണ് ഇയാൾക്ക് കൈവശമുള്ള ലാപ്ടോപ്പ്, അതോടൊപ്പം തന്നെ ഐപാഡ് ഉൾപ്പെടെ പരിശോധനയ്ക്ക് അയക്കാൻ വേണ്ടി തീരുമാനിച്ചിരിക്കുന്നത്. ഇത് സംബന്ധിച്ച് കോടതികളിൽ നിന്ന് അനുമതി തേടുകയും ചെയ്തിട്ടുണ്ട്. എന്തായാലും ഇയാൾ മാത്രമല്ല, ഇയാളുടെ അടുത്ത അനുയായികളിൽ നിന്നും വിവരങ്ങൾ തേടിയിട്ടുണ്ട്. രാവിലെ ഇയാളുടെ സുരക്ഷാ ജീവനക്കാരായിട്ടുള്ള ഉദ്യോഗസ്ഥരെ 2 പേരെ വിളിച്ചു വരുത്തിയിരുന്നു. ഈ ഇടപാടിൽ തങ്ങൾക്ക് പങ്കില്ല, ഈ സാമ്പത്തിക ഇടപാടുകൾ നടത്തിയതായി തങ്ങൾക്ക് വിവരമില്ല എന്നുള്ള കാര്യമാണ് ഈ ജീവനക്കാർ നൽകിയിരിക്കുന്ന മൊഴി. അത് പൂർണ്ണമായി വിശ്വാസത്തിലെടുക്കാൻ തയ്യാറായിട്ടില്ല. കാരണം ഈ പരാതി നൽകിയിരിക്കുന്ന ആളുകൾ പറഞ്ഞിരിക്കുന്നത് ഇത്തരത്തിൽ ഈ സഹായികളുടെ അക്കൗണ്ട് വഴി വലിയ രീതിയിൽ പണം ട്രാൻസ്ഫർ ചെയ്തതായി സംശയിക്കുന്നുണ്ടെന്നാണ്. അതുകൊണ്ട് ഇവരുടെ ബാങ്ക് വിവരങ്ങൾ ഉൾപ്പെടെ ശേഖരിക്കാൻ വേണ്ടിയാണ് ഇപ്പോൾ തീരുമാനിച്ചിരിക്കുന്നത്. ശരി സിജോ. ജോൺസൺ മാവുങ്കലിന്റെ കലൂരിലെ വീട്ടിൽ വനംവകുപ്പ് ഉദ്യോഗസ്ഥർ പരിശോധന നടത്തുന്നു എന്ന പ്രധാനപ്പെട്ട വിവരവും ഈ ഘട്ടത്തിൽ പുറത്തു വരുന്നുണ്ട്. MS അനീഷ് കുമാർ വിവരങ്ങൾ നൽകുന്നു. അനീഷ്, എന്താണ് വനംവകുപ്പ് ആ വീട്ടിൽ നിന്ന് തെളിവുകൾ ശേഖരിക്കാൻ ശ്രമിക്കുന്നത്? രഞ്ജിത്ത്, ഇന്നലെയും വനംവകുപ്പ് ഉദ്യോഗസ്ഥർ ഈ കലൂരിലെ മോൺസന്റെ വീട്ടിലെത്തി പരിശോധനകൾ നടത്തിയിരുന്നു. പ്രത്യേകിച്ചും ഈ മാധ്യമങ്ങളിലും മറ്റും പ്രചരിച്ച ആനക്കൊമ്പിൻ്റെ ചില ദൃശ്യങ്ങളുമായി ബന്ധപ്പെട്ടുള്ള പരിശോധനയായിരുന്നു. ഇന്നലെ ഏതാണ്ട് മണിക്കൂറുകളോളം നീണ്ട പരിശോധനയ്ക്കൊടുവിൽ ഇത് തടികൊണ്ട് നിർമ്മിച്ച ആനക്കൊമ്പിൻ്റെ വ്യാജ പതിപ്പാണ് എന്ന രീതിയിൽ ഒരു നിഗമനത്തിലേക്ക് എത്തിച്ചേർന്നിരുന്നു. പക്ഷേ അതുകൊണ്ട് പൂർണ്ണമായും ഉറപ്പുവരുത്താൻ കഴിയാത്ത ഒരു സാഹചര്യത്തിൽ ഇന്ന് അതിൻ്റെ വിശദമായ പരിശോധനകൾക്കാണ് എത്തിയിരിക്കുന്നത്. കോട്ടനാട് നിന്നുള്ള വനംവകുപ്പ് ഉദ്യോഗസ്ഥരാണ് എത്തിയിരിക്കുന്നത്. അവർ ഇപ്പോൾ അവരുടെ പരിശോധന നടത്തുകയും ഇതുമായി ബന്ധപ്പെട്ട വിവരങ്ങൾക്ക് ആരായുകയും ചെയ്തിരുന്നു. ഇപ്പോൾ മ്യൂസിയത്തിനുള്ളിലേക്ക് ഈ മോൺസന്റെ വീടിനുള്ളിലേക്ക് അവർ കടന്നിരിക്കുകയാണ്. എന്തായാലും എന്താണ് ഈ വസ്തു, ആനക്കൊമ്പാണോ അതോ തടിയാണോ എന്ന കാര്യത്തിലൊരു കൃത്യമായ തീരുമാനം എടുക്കുന്നതിന് വേണ്ടിയാണ് ഇന്നത്തെ പരിശോധനകൾ നടത്തുന്നത്. ഒപ്പം ഈ മോൺസന്റെ വീട്ടിലേക്ക് ചില പ്രതിഷേധ മാർച്ചുകളും ഇന്ന് നടക്കുന്നുണ്ട്. അതുകൊണ്ട് പോലീസുകാരും മറ്റുമൊക്കെ നേരത്തെ തന്നെ ഇവിടെ എത്തിയിരുന്നു. പ്രത്യേകിച്ചും ബജരംഗ് ദൾ പ്രവർത്തകരാണ് ഇന്ന് മോൺസന്റെ വീട്ടിലേക്ക് അല്പസമയത്തിനകം മാർച്ച് സംഘടിപ്പിച്ചിരിക്കുന്നത്. നേരത്തെ ശബരിമല സ്ത്രീ പ്രവേശനവുമായി ബന്ധപ്പെട്ട വിവാദങ്ങൾ നടന്ന കാലത്ത് ചില ആധികാരിക രേഖകൾ എന്ന പേരിൽ ഈ താളിയോല ഗ്രന്ഥങ്ങളും മറ്റുമൊക്കെ
മോൺസൺ ചില മാധ്യമങ്ങളിലൂടെയൊക്കെ പുറത്തുവിട്ട ഒരു സാഹചര്യമുണ്ടായിരുന്നു. അത്തരത്തിൽ അത് വ്യാജ രേഖകളാണ്, അല്ലെങ്കിൽ താളിയോലകൾ എന്ന പേരിൽ വ്യാജരേഖകൾ പ്രചരിപ്പിച്ചു എന്നാണ് ഈ ബജരംഗ് ദൾ പ്രവർത്തകർ ആരോപിക്കുന്നത്. അതിൻ്റെ പേരിലാണ് അല്പസമയത്തിനകം ഈ വീട്ടിലേക്ക് മാർച്ച് നടത്താൻ ഉദ്ദേശിക്കുന്നത്. നമുക്ക് കാണാം, പോലീസുകാരും മറ്റുമൊക്കെ ഇവിടെ നിലയുറപ്പിച്ചിട്ടുണ്ട്. ഈ മോൺസന്റെ വീട്ടിലേക്ക് കടക്കുന്ന ആ വഴിയുടെ മുൻവശത്ത് തന്നെ പോലീസുകാർ ഈ പ്രകടനം നടത്തുന്നവരെ തടയാൻ, മാർച്ച് നടത്തുന്നവരെ തടയാനുള്ളൊരു നീക്കങ്ങളൊക്കെയാണ് ക്രമീകരിച്ചിരിക്കുന്നത്. അതായത് നേരിട്ടുള്ള ഒരു പ്രതിഷേധ പരിപാടികളും ഈ മോൺസന്റെ വീട്ടിലേക്ക് ആരംഭിക്കുന്നു. അല്ലെങ്കിൽ സാഹചര്യം വനവകുപ്പ് ഉദ്യോഗസ്ഥർ ഇപ്പോൾ കരൂരിലുള്ള മോൺസന്റെ വീട്ടിൽ റെയ്ഡ് നടത്തുകയാണ് എന്നുള്ളതാണ്, പരിശോധന നടത്തുകയാണ് എന്നുള്ളതാണ് പ്രധാനപ്പെട്ട വിവരമായി ഇപ്പോൾ പുറത്തുവരുന്നത്. സിജോ വി ജോണും എം എസ് സനീഷ് കുമാറും വിവരങ്ങൾ നൽകി. പുരാവസ്തു തട്ടിപ്പിൽ കെ സുധാകരനെതിരായ ആരോപണത്തിൽ ഉറച്ച പരാതിക്കാർ സുധാകരന്റെ സാന്നിധ്യത്തിലാണ് അനൂപ് മോൺസന് പണം കൈമാറിയത്. അന്വേഷണ സംഘത്തിന് ഡിജിറ്റൽ തെളിവുകൾ കൈമാറുമെന്നും പരാതിക്കാരനായ ഷമീർ പറഞ്ഞു. ഈ അന്വേഷണത്തിൽ ഞങ്ങൾക്ക് എന്തായാലും ഉറച്ച വിശ്വാസമുണ്ട്. ആ പരാതിയിലെല്ലാം ഞങ്ങൾ ഉറച്ചു നിൽക്കുന്നുണ്ട്. ഞങ്ങളെ മുമ്പിൽ KPCC പ്രസിഡന്റ് എന്നോ സുധാകരനെയോ പ്രത്യേകം ടാർഗറ്റ്, ഞങ്ങൾ ആ പണം അനൂപ് നൽകിയപ്പോൾ അദ്ദേഹത്തിന്റെ സാന്നിധ്യം ഉണ്ടായിട്ടുണ്ട് എന്നുള്ളത് വസ്തുതയാണ്. അനൂപിനെ വിളിച്ചു വരുത്തുക ചെയ്ത് അദ്ദേഹം അവിടെ ഉണ്ടാകും, നീ വരണം എന്ന് പറഞ്ഞതിന്റെ അടിസ്ഥാനത്തിലാണ് അനൂപ് പോയത്. മോൺസൺ അന്ന് ആ കാര്യങ്ങളും ഫെമയുടെ കാര്യങ്ങളും അനൂപുമായിട്ട് ചർച്ച ചെയ്യുമ്പോൾ അദ്ദേഹത്തിൻ്റെ സാന്നിധ്യവും അദ്ദേഹത്തിൻ്റെ അതിലെ ഇടപെടലും കാര്യങ്ങളൊക്കെ അനൂപ് വളരെ വ്യക്തമായിട്ട് പറഞ്ഞതാണ്. അദ്ദേഹത്തിൻ്റെ കയ്യിലല്ല പണം കൊടുത്തത്, അദ്ദേഹത്തിൻ്റെ സാന്നിധ്യത്തിൽ അദ്ദേഹം മോൺസനെതിരെ വ്യാജ ചികിത്സ അദ്ദേഹത്തിന് നൽകി മോൺസനെതിരെ ഒരു പരാതി നൽകാനെങ്കിലും തയ്യാറാകണം. ജോർജാണ് ഇത് വിദേശത്ത് കൊണ്ടുപോയി വിറ്റ് നൽകാമെന്ന് പറഞ്ഞിട്ട് നിരവധി തവണ ഞങ്ങളുടെ കയ്യിൽ അതിൻ്റെയൊക്കെ വിഷ്വൽസും ഓഡിയോസും ഉണ്ട്. അദ്ദേഹം തന്നെ ഞങ്ങളെ ബന്ധപ്പെട്ട് പറഞ്ഞു. നിരവധി തവണ ഈ കേസും ഈ പരാതിയിൽ നിന്നും ഞങ്ങളെ പിന്മാറാൻ വേണ്ടി ജോർജാണ് സമീപിച്ചിട്ടുള്ളത്. മോൺസൺ മാവുങ്ങളുടെ വീട്ടിൽ ചികിത്സാർത്ഥം 5 തവണ താൻ പോയിട്ടുണ്ടെന്ന് കെ സുധാകരൻ. പരാതിക്കാരൻ അനൂപ് മുഹമ്മദ് മോൺസന് പണം നൽകുന്നത് കണ്ടിട്ടില്ല. തന്റെ പേര് അനാവശ്യമായി ദുരുപയോഗം ചെയ്തവർക്കെതിരെ നിയമ നടപടി സ്വീകരിക്കുമെന്നും സുധാകരൻ കോഴിക്കോട് പറഞ്ഞു. മോൺസന്റെ കയ്യിൽ നിന്ന് ഞാൻ ഇന്നുവരെ ഒരു പൈസ പോലും വാങ്ങിയിട്ടില്ല എന്നത് സത്യമാണ്. അതല്ലാത്ത രീതിയിൽ മോൺസൺ പറഞ്ഞെങ്കിൽ മോൺസണെതിരെ ഞാൻ നിയമ നടപടിയായി മുമ്പോട്ട് പോകും. ഇന്നലെ വരെ മോൺസണെതിരെ നടപടിയായി പോകണമെന്ന് ആഗ്രഹിച്ചിട്ടില്ല. കാരണം നിങ്ങൾ ചാനലുകൾ ചോദിച്ചിട്ടുണ്ട്, നമ്മളെ ക്വാളിഫൈഡ് അല്ലാത്തൊരു തന്റെ ചികിത്സ നടത്തിയാൽ നിങ്ങളെന്താ നോട്ടീസ് അയക്കാത്ത, അതിനൊന്നും മെനക്കെടാൻ എനിക്ക് സമയമില്ലാത്തതുകൊണ്ട് വേണ്ടെന്ന് വെച്ചതാണ്. പക്ഷേ ഇന്നീ വാർത്ത കേട്ടപ്പോൾ അദ്ദേഹത്തിനെതിരെ നീങ്ങണം, അദ്ദേഹം ഒരു നല്ല കള്ളനാണ് എന്നുള്ളതിൻ്റെ ഏറ്റവും വലിയ തെളിവായിട്ടാണ് ഞാൻ ആ സംഭാഷണത്തെ ഞാൻ നോക്കിക്കാണുന്നത്. പോലീസ് ഉദ്യോഗസ്ഥന്മാരും IPSകാരും മുഖ്യമന്ത്രിയെ താങ്ങി നിൽക്കുന്ന മുഴുവൻ ആളുകളും അവിടെ വന്ന് കേമ്പടിക്കുന്നു. അങ്ങനത്തെ ഒരു സ്ഥലത്ത് ഒരു ട്രീറ്റ്മെന്റിന് പോകുന്നതിന് ഞാൻ എന്ത് ജാഗ്രതയാണ് കാണിക്കേണ്ടത്? പുരാവസ്തു അന്വേഷണം നല്ല രീതിയിൽ നടക്കുകയാണെന്ന് CPM സംസ്ഥാന സെക്രട്ടറി A. വിജയരാഘവൻ. സൂപ്പർ തട്ടിപ്പാണ് നടന്നത്, പോലീസിന്റെ ഇടപെടലും അന്വേഷിക്കുന്നുണ്ട്. സുധാകരനുമായുള്ള ബന്ധം അന്വേഷണത്തിലൂടെ പുറത്തു വരട്ടെ എന്നും വിജയരാഘവൻ പറഞ്ഞു. കപിൽ സിബൽ കോൺഗ്രസ് നേതാവ് മാധ്യമങ്ങളെ കാണുന്നു. തത്സമയം हम कितने समय से इंतजार कर रहे हैं और फिर इंतजार करने की भी तो हद होती है. हम तो उन लोग में से हैं जो कांग्रेस के साथ खड़े रहेंगे, हमेशा खड़े रहेंगे. हमने कभी कांग्रेस के खिलाफ बयान नहीं दिया और आज भी नहीं दे रहे. आज भी हम यही बयान दे रहे हैं कि हम आपके साथ हैं. मजबूत कीजिए, बुनियादी तौर से मजबूत कीजिए, लोगों की बात सुनिए, ऑर्गेनाइजेशनल को स्ट्रेंथन कीजिए. हमने जो घटनाएं पंजाब में हो रही थी, हमने कुछ कहा? आज तक नहीं कहा. हमारे में से किसी ने नहीं कोई टिप्पणी नहीं दी. हमारी वजह से तो नहीं हो रही. आपने एक बात कही, आपको क्या लगता है जो पंजाब में अभी स्थिति बनी हुई है, नवजोत सिंह सिद्धू को पार्टी में लाना, अध्यक्ष बनाना, एक पुराने मुख्यमंत्री को इस्तीफा दिलवा देना और उस मुख्यमंत्री का ये कहना कि जिस तरह के व्यवहार मेरे साथ हो रहा है वो उचित नहीं है, फिर ये गलती किसकी है? सबसे पहले तो इस प्रश्न का जवाब नहीं दूंगा मैं, क्योंकि ये बातें और ये चर्चा या तो CWC में होनी चाहिए या कांग्रेस की एक ऐसी बैठक में होनी चाहिए जो पब्लिक प्लेटफॉर्म नहीं हो.
सर आपने एक बात कही सर आपने एक बात कही। जब भी इस तरह की आप या जो तथाकथित जो G23 है, जब भी ये मौलिक सवाल उठाता है तो उसको कांग्रेस पार्टी के कुछ नेता एक परसेप्शन बनाते हैं कि आप लोग गांधी परिवार और खासतौर से राहुल गांधी के खिलाफ है, जब भी इस तरह के संगठनात्मक बदलाव की बात आप लोग करते हैं। कोई भी इंसान और कोई भी जो पार्टी का वर्कर है वो किसी के खिलाफ हो ही नहीं सकता। एक वर्कर किसी के खिलाफ हो ही नहीं सकता। अगर वो कांग्रेसमैन है तो ये सवाल ही उचित नहीं है। हम किसी के खिलाफ हो ही नहीं सकते। हम तो पार्टी के पक्ष में हैं, किसी व्यक्ति के खिलाफ नहीं। सर मेरा सीधा सवाल है, आपने एक बात कही कि हमें पता है कि हमें नहीं पता कि कौन फैसले ले रहा है और पता है कि कौन फैसले ले रहा है। क्या ये आपका ये इशारा राहुल गांधी की तरफ है? क्योंकि नहीं, कोई पंजाब को लेके जो भी बैठकें हुई नहीं, देखिए, वो राहुल गांधी देखिए, अगर कांग्रेस अध्यक्षा के घर पर नहीं हुई, नंबर 1 और नंबर 2 सर, क्या इस दौरान में जब तक आपने चिट्ठी लिखी है CWC की बात में लास्ट में ये कहा गया था एक जल्द समय आएगा, अभी पेंडेमिक चल रहा है, तो उसके बाद में जैसे ही समय आएगा उसमें कोई आप लोगों के को कम्युनिकेशन हुआ है क्या अभी तक या नहीं? नहीं, देखिए, जहां तक सवाल है ये तो साफ जाहिर है कि कांग्रेस का कोई अभी इलेक्टेड प्रेसिडेंट नहीं है, लेकिन फिर भी निर्णय तो कोई ले ही रहे हैं ना। तो ये आप भी जानते हो, मैं भी जानता हूं, तो उसके बारे में आगे बात करने का कोई औचित्य नहीं है। तो सर क्या जो निर्णय लिए जा रहे हैं वो निर्णय गलत लिए जा रहे हैं क्या? इसके बारे में मैं बिल्कुल नहीं कुछ कहूंगा। गलत हो सही हो ये चर्चा वर्किंग कमेटी में होनी चाहिए या कहीं और होनी चाहिए। आप कह रहे हैं कि आप लेकिन सिद्धू को बनाना क्या आपको लगता है गलत फैसला था जिस तरीके फिर से वही बात, मैं इसमें कोई टिप्पणी नहीं करूंगा क्योंकि मुझे मालूम नहीं कि किस आधार पे फैसला लिया गया। वो तो जिन्होंने लिया वो बताएंगे। सर आप कह रहे हैं CWC को लेकर कम्युनिकेशन हुआ क्या? सर नई CWC की नई तारीख को लेके कोई कम्युनिकेशन हुआ क्या? क्योंकि हमें नहीं मालूम। सर आप कह रहे हैं कि आप सॉरी, well, the PCC should be given a free hand. The DCC should not be appointed from Delhi. PCC should not be appointed from Delhi. The organizational structure at the bottom at the village level should be strengthened. This is something that the party will address, provided the party has a full-fledged conversation. सर साहब आपने जो मांगे रखी हैं, बातें करेंगे, 1.5 साल सवा साल हो गया, अभी तक कोई सुनवाई नहीं हुई। अगर ऐसा ही चलता रहा, कोई सुनवाई नहीं होती रही, तब आप लोग क्या करेंगे? जब चलता रहा तो फिर हम भी देखेंगे, हम भी चलेंगे, एक पार्टी के साथ ही चलेंगे। लेकिन सर आप कह रहे हैं कि आप लोग बातचीत के लिए तैयार हैं। कोई अध्यक्ष नहीं है सिब्बल साहब। 1 सेकेंड। सिब्बल साहब आपने कहा पार्टी में कोई अध्यक्ष नहीं है, एक अंतरिम अध्यक्ष के तौर पे सोनिया गांधी क्या फैसले लेने के लिए अधिकृत नहीं है? नहीं, देखिए, इसके बारे में मैं कह चुका हूं, जो कहना था। सवाल आपने पूछ लिया, मैंने उसका जवाब दे दिया। उसके आगे सवाल उठाने की जरूरत सर आप कह रहे हैं कि आप लोग बातचीत के लिए तैयार हैं, बातचीत करना चाहते हैं, और किन लोगों से करना चाहते हैं जो आपसे बातचीत नहीं कर रहे हैं? मुझे नहीं पता भैया, आप भी जानते हो, मैं भी जानता हूँ। काय को ये सवाल? आपको लगता है ऐसा ही चलता रहा तो कोई और विकल्प आ जाएगा? सर विपक्ष उसमें कहा गया कि कांग्रेस डूबता जहाज है और उसको बचाना जरूरी है, देश को बचाना है, तो वहाँ हमारे स्पोक्समैन बैठे हुए थे ना, उनसे पूछिए। सर आपको लगता है कि विपक्ष में कोई और विकल्प आ जाएगा अगर कांग्रेस पार्टी की हालत सही है तो 2024 से देखिए, पहले? सबसे बड़ा मुद्दा अपार्ट फ्रॉम ऑल दिस एक ये भी है कि पार्लियामेंट जब चलती है तो कई गंभीर मुद्दों पे चर्चा होनी चाहिए। अभी देखो पेगसस की बात। കപിൽ സിബൽ കോൺഗ്രസ് നേതാവ് മാധ്യമങ്ങളെ കാണുകയായിരുന്നു. നേതൃത്വത്തിനെതിരെ കപിൽ സിബൽ ആഞ്ഞടിച്ചു. നേതൃത്വം ആത്മപരിശോധന നടത്തണം. പാർട്ടി വിട്ട് ഓരോരുത്തരായി പോകുന്നു. പരസ്പരം മനസ്സിലാക്കാൻ കഴിയണം. പാർട്ടിയിൽ ഘടനാപരമായ മാറ്റം വേണം. കോൺഗ്രസ് തീരുമാനങ്ങൾ എടുക്കുന്നത് ആരെന്ന് വ്യക്തമല്ല എന്ന വിമർശനം ഉയർത്തിയാണ് കപിൽ സിബൽ മാധ്യമങ്ങളോട് പറഞ്ഞത്. പഞ്ചാബിലെ പ്രശ്നങ്ങളടക്കം ചൂണ്ടിക്കാട്ടിയായിരുന്നു കപിൽ സിബലിന്റെ വിമർശനം. तभी होगा ना अगर कांग्रेस मजबूत होगी, और अगर विपक्ष मजबूत नहीं होगा, कांग्रेस मजबूत नहीं होगी, तो चर्चा होगी कैसे? और हम सवाल कैसे पूछेंगे सत्ता पक्ष से? जवाबदेही कैसे होगी? तो इसका नुकसान केवल हमारे देश को नहीं हो रहा। कांग्रेस का नुकसान होना मतलब देश का नुकसान होना, देश के भविष्य का नुकसान होना। कांग्रेस का कमजोर होना मतलब देश की नींव का कमजोर होना। ये असलियत है और इसलिए हम दुखित हैं। इसलिए आज के दिन आई एम रियली वेरी वेरी अपसेट दैट आई हैव टू एक्चुअली कम टू यू. It was not the desire of all of us to actually do this.
but we have no choices. കെ.പി. അഭിലാഷ് വിവരങ്ങൾ നൽകുന്നു. അഭിലാഷ്, പഞ്ചാബിലെ പ്രശ്നങ്ങൾ പാർട്ടിയിൽ പുകയുകയാണ്. നേതൃത്വം കൃത്യമായ തീരുമാനങ്ങൾ എടുക്കുന്നില്ല, ഇടപെടൽ ഉണ്ടാകില്ല എന്ന് പറഞ്ഞ് കപിൽ സിബൽ വാർത്താ സമ്മേളനം നടത്തുന്നു. എന്താണ് കോൺഗ്രസിൽ സംഭവിക്കുന്നത്? ഈ പ്രശ്നങ്ങളൊന്നും പരിഹരിക്കാൻ ആരുമില്ലാത്ത മട്ടാണോ? തീർച്ചയായും കപിൽ സിബൽ നേരത്തെ തന്നെ ആവർത്തിക്കുന്ന ആരോപണങ്ങളാണിത്. അതിൽ തന്നെ അദ്ദേഹം ഉറച്ചു നിൽക്കുന്നു. പ്രത്യേകിച്ച് നേതൃത്വത്തിന് ജനാധിപത്യ രീതിയിൽ തന്നെ തെരഞ്ഞെടുപ്പ് നടത്തണമെന്ന് ആവശ്യപ്പെട്ട നേതാക്കളുടെ മുൻനിരയിൽ ഉള്ള തിരുത്തൽവാദികൾക്ക് നേതൃത്വം നൽകുന്ന നേതാവാണ്. നിലവിലെ സാഹചര്യത്തെ അതീവ ദയനീയം എന്ന് തന്നെയാണ് കപിൽ സിബൽ വിശേഷിപ്പിക്കുന്നത്. പാർട്ടിയിൽ നിന്ന് നിരവധി നേതാക്കൾ കൊഴിഞ്ഞു പോയിക്കൊണ്ടിരിക്കുകയാണ്. അതിന് അറുതി വരുത്താൻ ഇപ്പോഴും നേതൃത്വത്തിന് സാധിക്കാതെ പോകുന്നു. കൃത്യമായൊരു നേതൃത്വം ഇല്ലാത്തതാണ് ഈ പ്രതിസന്ധിക്ക് കാരണം എന്ന് തന്നെയാണ് അദ്ദേഹം ആവർത്തിക്കുന്നത്. രാവിലെ മനീഷ് തിവാരിയും കോൺഗ്രസിന്റെ പ്രവർത്തക സമിതി അംഗം കൂടിയായ മനീഷ് തിവാരിയും ഏതാണ്ട് സമാനമായ വിമർശനം തന്നെയാണ് ഉന്നയിച്ചത്. ഇപ്പോഴത്തെ സ്ഥിതിയിൽ അദ്ദേഹവും ആശങ്ക പ്രകടിപ്പിച്ച ഒരു പശ്ചാത്തലമുണ്ട്. പ്രത്യേകിച്ച് പഞ്ചാബ് പോലെ ഒരു സംസ്ഥാനത്ത് സ്ഥിതിഗതികൾ ഈ നിലയിൽ മുന്നോട്ട് പോകുന്നത് ശരിയല്ല എന്ന തരത്തിൽ അദ്ദേഹം പരാമർശം നടത്തിയിരുന്നു. പഞ്ചാബിലെ നേതാക്കളെ വിമർശിച്ചതിനോടൊപ്പം ദേശീയ നേതൃത്വത്തെയും അദ്ദേഹം വിമർശിച്ചിരുന്നു. അതിന് പിന്നാലെയാണ് ഇപ്പോൾ കപിൽ സിബൽ അതിശക്തമായ വിമർശനവുമായി രംഗത്ത് എത്തിയിട്ടുള്ളത്. ശരി. സത്യത്തിനായി അവസാന ശ്വാസം വരെയും പോരാടുമെന്ന് പഞ്ചാബ് PCC അധ്യക്ഷ സ്ഥാനത്ത് നിന്ന് രാജിവെച്ച നവജോത് സിംഗ് സിദ്ധുവിനോട് വിട്ടുവീഴ്ചയ്ക്കില്ലെന്ന നിലപാടാണ് ഹൈക്കമാൻഡ് വൃത്തങ്ങൾ നൽകുന്നത്. മന്ത്രിസഭായോഗം വിളിച്ച മുഖ്യമന്ത്രി ചരൺജിത് സിംഗ് നിർണായക പ്രഖ്യാപനങ്ങൾ നടത്തിയേക്കും. സിദ്ധു AAPയിലേക്കെന്ന അഭ്യൂഹങ്ങളും നിലവിലുണ്ട്. ഹൈക്കമാൻഡിനെ ഞെട്ടിച്ച PCC അധ്യക്ഷ സ്ഥാനത്ത് നിന്ന് രാജിവെച്ച നവജോത് സിംഗ് സിദ്ധു ഇതാദ്യമായാണ് പരസ്യപ്രതികരണവുമായി രംഗത്തു വരുന്നത്. തന്റെ പോരാട്ടം പ്രശ്നാധിഷ്ഠിതമാണ്. പഞ്ചാബ് അനുകൂല അജണ്ടയിൽ നിന്ന് പിന്നോട്ടില്ല. ആരോടും വ്യക്തിവിരോധമില്ലെന്നും വീഡിയോ സന്ദേശത്തിൽ സിദ്ധു. അതേസമയം അനവസരത്തിലുള്ള സിദ്ധുവിന്റെ രാജിയിൽ കടുത്ത അമർഷത്തിലാണ് ഹൈക്കമാൻഡ് എന്നാണ് വിവരം. സംസ്ഥാനത്തിന്റെ ചുമതലയുള്ള AICC ജനറൽ സെക്രട്ടറി ഹരീഷ് റാവത്ത് പഞ്ചാബിലേക്കുള്ള യാത്ര റദ്ദാക്കി. രാജി പിൻവലിപ്പിക്കാൻ സിദ്ധുവിനെ അനുകൂലിക്കുന്ന നേതാക്കൾ ശ്രമം തുടരുകയാണ്. പഞ്ചാബിൽ നിലവിൽ നടക്കുന്ന കാര്യങ്ങൾ ദൗർഭാഗ്യകരമെന്ന് കോൺഗ്രസ് പ്രവർത്തക സമിതി അംഗം മനീഷ് തിവാരി പറഞ്ഞു. അതിർത്തി സംസ്ഥാനങ്ങളിൽ അസ്ഥിരത ഉണ്ടാക്കുന്നത് ദോഷം ചെയ്യും. As someone who cut his teeth on the trench lines of the fight against terrorism in Punjab, who personally suffered because of the depredations of the militants, who saw families of congressmen wiped out in that struggle between 1980 and 1995. This kind of instability, which has serious implications, or articulation to do that. But suffice to say that whatever Captain Amrinder Singh had predicted is unfortunately coming true. സിദ്ധു AAPയിലേക്കെന്ന അഭ്യൂഹവും ശക്തമാണ്. രാജിവെച്ച മുൻ മുഖ്യമന്ത്രി അമരീന്ദർ സിംഗ് ഡൽഹിയിൽ തുടരുകയാണ്. ന്യൂസ് 18 ഡൽഹി. AICCയിൽ നിന്നുമുള്ള VM സുധീരന്റെ രാജി കോൺഗ്രസ് ഹൈക്കമാൻഡ് തള്ളി. സുധീരൻ AICCയിൽ തുടരുമെന്ന് സംസ്ഥാനത്തിന്റെ ചുമതലയുള്ള ജനറൽ സെക്രട്ടറി താരിഖ് അൻവർ അറിയിച്ചു. ഒക്ടോബർ 2ാം വാരം KPCC പുനഃസംഘടന പൂർത്തിയാക്കുമെന്നും അദ്ദേഹം അറിയിച്ചു. സംഘടനാ പ്രശ്നങ്ങൾ രാഹുൽ ഗാന്ധിയുമായി ചർച്ച ചെയ്തെന്ന് KPCC നേതൃത്വം. മുതിർന്ന നേതാക്കളുമായി ഒത്തുപോകണമെന്ന നിർദ്ദേശം K. സുധാകരനെയും VD സതീശനെയും രാഹുൽ ഗാന്ധി അറിയിച്ചുവെന്നാണ് സൂചന. മുതിർന്ന നേതാക്കളെ അനുനയിപ്പിച്ച ശേഷമാകും 2ാം ഘട്ട പുനഃസംഘടന. 2 ദിവസത്തെ സന്ദർശനത്തിന് ശേഷം താരിഖ് അൻവർ നൽകിയ റിപ്പോർട്ട് രാഹുൽ ഗാന്ധിയുടെ കൈവശമുണ്ട്. പുതിയ നേതൃത്വവുമായി മുതിർന്ന നേതാക്കൾ ഇടഞ്ഞു നിൽക്കുന്ന സാഹചര്യം താരിഖ് അൻവർ രാഹുലിനെ ധരിപ്പിച്ചിട്ടുണ്ട്. VD സതീശനും K. സുധാകരനും കോഴിക്കോട് രാഹുൽ ഗാന്ധിയുമായി നടത്തിയ കൂടിക്കാഴ്ചയിൽ വിഷയം ചർച്ചയായി. മുതിർന്ന നേതാക്കളെ ഒപ്പം നിർത്തി മുന്നോട്ടു പോകണമെന്ന നിർദ്ദേശം രാഹുൽ നേതാക്കളെ അറിയിച്ചെന്നാണ് സൂചന. അതേസമയം നേതാക്കൾ ഉണ്ടാക്കുന്ന അനാവശ്യ വിവാദം സംഘടനയെ നയിക്കാൻ വെല്ലുവിളിയാവുന്ന സാഹചര്യം സംസ്ഥാന നേതൃത്വവും പങ്കുവച്ചു. 2ാം ഘട്ട KPCC പുനഃസംഘടന നേതാക്കളുടെ അതൃപ്തി പരിഹരിച്ച ശേഷമാവും ഉണ്ടാവുക. ഇതിനു മുമ്പായി നേതാക്കൾ ഹൈക്കമാൻഡുമായി വീണ്ടും ചർച്ച നടത്തും. പ്രശ്നങ്ങൾ പരിഹരിക്കാനും ഏറ്റവും നല്ലത് ഹൈക്കമാൻഡിന്റെ ഒരു പിന്തുണയും പ്രവർത്തനവുമാണ് എന്നാണ് ഞങ്ങളുടെ വിശ്വാസം. അതുകൊണ്ട് ഞങ്ങളത് ഹൈക്കമാൻഡിലേക്ക് മാറ്റി ഹൈക്കമാൻഡ് ഇപ്പോൾ അത് കൈകാര്യം ചെയ്തുകൊണ്ടിരിക്കുന്നു. ഞങ്ങൾ ഏത് നിർദ്ദേശം ഹൈക്കമാൻഡ് പറഞ്ഞാലും സർവാത്മന നെഞ്ചോട് ചേർത്ത് ഞങ്ങളത് സ്വീകരിക്കും. തിങ്കളാഴ്ച മുതൽ നിയമസഭാ സമ്മേളനം ആരംഭിക്കുന്നതും പുനഃസംഘടന നീണ്ടുപോകുന്നതിന് കാരണമാകും. ഇതിനിടെ മുതിർന്ന നേതാക്കളെ അനുനയിപ്പിക്കാൻ ഹൈക്കമാൻഡ് വീണ്ടും ഇടപെടും. പുനഃസംഘടനാ ചർച്ചയിൽ ഈ നേതാക്കളെയും പങ്കാളികളാക്കാനാണ് നീക്കം. പുനഃസംഘടനാ മാനദണ്ഡങ്ങളിൽ മാറ്റം വേണമെന്ന ആവശ്യവും ഉയരുന്നുണ്ട്. ഹൈക്കമാൻഡ് ഇക്കാര്യത്തിൽ അന്തിമ തീരുമാനമെടുക്കും. ന്യൂസ് 18 തിരുവനന്തപുരം.
ഇടവേളയാണ്. കൂടുതൽ വാർത്തകൾക്കും വിശദാംശങ്ങൾക്കും malayalam.news18.com. തിരുവനന്തപുരം നഗരസഭാ കൗൺസിൽ യോഗത്തിൽ ബഹളം. പ്രതിഷേധവുമായി പ്രതിപക്ഷം നടുത്തളത്തിലിറങ്ങി. നികുതി വെട്ടിപ്പ് സംബന്ധിച്ച വിഷയം ചർച്ച ചെയ്യണമെന്ന ആവശ്യം നിഷേധിച്ചതിനെ തുടർന്നാണ് പ്രതിഷേധം. ഡെപ്യൂട്ടി മേയറെ കയ്യേറ്റം ചെയ്യാൻ ശ്രമിച്ചതിന് BJP കൗൺസിലർ ഗിരികുമാറിനെ സസ്പെൻഡ് ചെയ്തതായി മേയർ പറഞ്ഞു. വി അരുൺ ഏറ്റവും പുതിയ വിവരങ്ങൾ പങ്കുവെക്കും. അരുൺ, എന്താണ് സംഭവിച്ചത്? തിരുവനന്തപുരം നഗരസഭയിൽ നികുതി പിരിവിൽ വലിയ ക്രമക്കേട് നടക്കുന്ന ആരോപണം ശക്തമാണ്. പരാതി വന്നതിനെ തുടർന്ന് ഇപ്പോൾ നഗരസഭ അതിൽ അന്വേഷണവും നടത്തുകയാണ്. ഇന്നൊരു ഉദ്യോഗസ്ഥനെ സസ്പെൻഡ് ചെയ്യുകയും ചെയ്തു. നഗരസഭാ കൌൺസിൽ ചേരുമ്പോൾ ഈ വിഷയം ചർച്ച ചെയ്യണമെന്ന് BJP നേതൃത്വം ആവശ്യപ്പെട്ടു. പക്ഷേ അത് ചർച്ച ചെയ്യാൻ ഭരണപക്ഷം മേയർ തയ്യാറായില്ല. തുടർന്നാണ് ബഹളമുണ്ടായത്. ഇതിനിടയിൽ ബഹളം വാക്പോരിലേക്ക് എത്തുകയും വലിയ തർക്കത്തിലേക്ക് മാറുകയും ചെയ്തു. ഇതിനിടെയാണ് ഡെപ്യൂട്ടി മേയർ PK രാജുവിനെ BJP കൌൺസിലർ ഗിരികുമാർ കയ്യേറ്റം ചെയ്തുവെന്ന പരാതി ഉയർന്നത്. ഇതിനിടെ ഈ വിഷയവുമായി ബന്ധപ്പെട്ട് ഗിരികുമാറിനെ മേയർ സസ്പെൻഡ് ചെയ്യുകയും ചെയ്തു. ഇപ്പോൾ കൌൺസിൽ യോഗം അവസാനിച്ച് ഭരണപക്ഷം പുറത്തേക്ക് പോയി. പക്ഷേ പ്രതിപക്ഷം ഇപ്പോഴും കൌൺസിൽ ഹാളിൽ പ്രതിഷേധം തുടരുകയാണ്. രാത്രിയും ഇവിടെ തന്നെ തുടർന്ന്, അതായത് കുറ്റക്കാരായ ഉദ്യോഗസ്ഥരെ സസ്പെൻഡ് ചെയ്തവരെ അറസ്റ്റ് ചെയ്യുന്നവരെ സമരം തുടരാനാണ് BJPയുടെ തീരുമാനം. അതിന്റെ ഭാഗമായി ഇന്ന് രാത്രിയും ഇവിടെ കൌൺസിൽ ഹാളിൽ തുടർന്ന് സമരം മുന്നോട്ട് പോകാനാണ് BJPയുടെ തീരുമാനം. ശരി, മറ്റൊരു വാർത്തയിലേക്ക് പോയാൽ വവ്വാലുകളിൽ നിപ സാന്നിധ്യം സ്ഥിരീകരിച്ചതായി ആരോഗ്യമന്ത്രി വീണ ജോർജ്. 2 ഇനം വവ്വാലുകളിൽ നിപ ആന്റിബോഡി കണ്ടെത്തിയിട്ടുണ്ട്. പൂനെ NIVയിലെ പരിശോധനയിലാണ് ഇക്കാര്യം വ്യക്തമായത്. നിപ ഇൻക്യുബേഷൻ കാലാവധി പൂർത്തിയായെന്നും മന്ത്രി പറഞ്ഞു. അവരെ ശേഖരിച്ചിരുന്നു. അപ്പോൾ അതിൽ ഇതുവരെ പുറത്തു വന്ന നമ്മളെ അറിയിച്ചിട്ടുള്ള NIV പൂനെയിൽ നിന്ന് അറിയിച്ച ഫലമനുസരിച്ച് കുറച്ച് വവ്വാലുകളുടെ സാമ്പിളുകളിൽ നിപ വൈറസിനെതിരായിട്ടുള്ള IgG ആന്റിബോഡി കണ്ടെത്തിയിട്ടുണ്ട്. ന്യൂസ് അപ്ഡേറ്റ്സ് പൂർണ്ണമാവുകയാണ്. കൂടുതൽ വാർത്തകൾക്കും വിശദാംശങ്ങൾക്കും malayalam.news18.com.